ഇൻഫെക്ഷസ് കനൈൻ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ ഹെപ്പറ്റൈറ്റിസ് ലിവറിനെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കരളിനെ ബാധിക്കുന്നുണ്ടെങ്കിലും മഞ്ഞപ്പിത്തം ഈ അസുഖത്തിന്റെ ഒരു പ്രധാന ലക്ഷണമല്ല. കരളിനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കാണുന്ന ഒരു ലക്ഷണം ഇതിൽ ബ്ലഡ് ക്ലോട്ട് ആവാൻ കൂടുതൽ സമയം എടുക്കും എന്നുള്ളതാണ്. ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലോപ്പതി എന്നാണ് മെഡിക്കലി ഇതിന് പറയാം. ബ്ലഡ് കോയാഗുലോപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലോ. ചെറിയ മുറിവുണ്ടായാൽ പോലും വളരെയധികം രക്തം ഇതുവഴി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സമയം കൂടുതലാവുന്നു. ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് അക്ഷരാർത്ഥത്തിൽ ലീക്ക് ചെയ്ത് തുടങ്ങുന്നത് ഈ അസുഖത്തിന്റെ മറ്റു പല ലക്ഷണങ്ങൾക്കും കാരണമാവാറുണ്ട്. ഉദാഹരണത്തിന് തൊലിപ്പുറത്ത് ചുവപ്പ് നിറങ്ങളിൽ കുത്തുകൾ കാണുക, മൂക്കും വായും ചുവപ്പ് നിറത്തിൽ കാണുക, കഴുത്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ നീര് വെക്കുക. ഈ അസുഖം ലങ്സിലേക്ക് എത്തുന്നതോടുകൂടിയിട്ട് മൂക്കൊലിപ്പ്, ചുമ തുടങ്ങിയവ ഉണ്ടാകുന്നു. ഇനി ബ്രെയിനിലേക്കാണ് എത്തുന്നതെങ്കിൽ അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങളും ഈ അസുഖത്തിന് കാണാം. ഈ അസുഖം കിഡ്നിയെയും ബാധിക്കാറുണ്ട്. മാത്രമല്ല മൂത്രം വഴി ഏകദേശം 6 മാസത്തോളം അസുഖം മാറിയതിന് ശേഷവും വൈറസുകൾ പുറന്തള്ളപ്പെടാറുമുണ്ട്. ഇനി അസുഖത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് കുറച്ച് വിചിത്രമാണ്. അസുഖം മാറി തുടങ്ങുന്ന നായകളിൽ അല്ലെങ്കിൽ വൈറസിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റമുള്ള നായകളിൽ ഈ വൈറസുകളും പിന്നെ ശരീരം ഉണ്ടാക്കുന്ന ആന്റിബോഡികളും കൂടി ഒരു കോംപ്ലക്സ് ആവുന്നു. ഈ കോംപ്ലക്സ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഡെപ്പോസിറ്റഡ് ആവുക, നമ്മുടെ കണ്ണുകളുടെ കോർണിയയിൽ. ഇത് കണ്ണുകളിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അസുഖം മാറി തുടങ്ങുന്ന നായകളിൽ കുറച്ച് കാലത്തേക്ക് നീല നിറത്തിലായിരിക്കും അവരുടെ കണ്ണുകൾ കാണപ്പെടുക. അതുകൊണ്ട് തന്നെ ബ്ലൂ ഐ എന്നും ഈ അസുഖത്തിന് പേരുണ്ട്.